രണ്ടാം വർഷ സാമ്പത്തികശാസ്ത്രത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം തന്നെ നാം ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ഒരു സമ്പദ്ഘടന പ്രവർത്തിക്കുന്നത് എന്നതാണ്. We know that in every economy there are millions of variables and all these variables will be interrelated. In other words, we can say each and every variable will be having influence on other variables. അപ്പോൾ സാമ്പത്തികശാസ്ത്രത്തിൻ്റെ ഉപകരണങ്ങൾ വെച്ച് നമ്മൾ അപഗ്രഥിക്കുന്നത് ഓരോ ചരങ്ങളും മറ്റ് ചരങ്ങളുടെ മേൽ ചെലുത്തുന്ന സ്വാധീനമാണ്. സമ്പദ്ഘടന മൊത്തത്തിൽ പ്രവർത്തിക്കുമ്പോൾ വിവിധ ചരങ്ങളുടെ മേൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ആ മാറ്റത്തിൻ്റെ ഫലമായിട്ട് സമ്പദ്ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഏത് രീതിയിലാണ്, ഇതെങ്ങനെയാണ് സമ്പദ്ഘടനയെ സ്വാധീനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നാം മാക്രോ എക്കണോമിക്സിലൂടെ അനലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇതിനായിട്ട് ഈ ഒരു മാക്രോ എക്കണോമിക്സ് അപഗ്രഥിക്കാൻ വേണ്ടി വി ആർ ഡിപ്പെൻഡിങ് ഓൺ സം ടൂൾസ് അല്ലേ. നമ്മൾ ചില സങ്കേതങ്ങൾ, ചില ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? അതിനെയാണ് നമ്മൾ മാക്രോ ഇക്കണോമിക് മോഡൽസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഓർമ്മയുണ്ടോ എന്താണ് ഒരു മാക്രോ ഇക്കണോമിക് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു മാതൃകയാണ്, നമുക്കെല്ലാം പരിചയമുണ്ട് അല്ലെ. പല വസ്തുക്കളുടെ മാതൃകകൾ നമുക്ക് പരിചയമുണ്ട്. അത്തരത്തിലൊരു സമ്പദ്ഘടനയുടെ മാതൃകയാണ് നമ്മൾ സാധാരണഗതിയിൽ മാക്രോ എക്കണോമിക് മോഡൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് എൻ ഇമാജിനറി ഇക്കോണമി. വി നോ ദാറ്റ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഇക്കോണമി വിൽ നോട്ട് ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ദാറ്റ് മോഡൽ. ഒരു സമ്പദ്ഘടനയിലെ എല്ലാ വേരിയബിൾസിനെയും നമുക്ക് ആ മാതൃകയിൽ കാണിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഒരു വേരിയബിൾ മറ്റ് വേരിയബിളിൻ്റെ മേൽ എന്തൊക്കെ സ്വാധീനം ചെലുത്തുന്നു അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള മാക്രോ എക്കണോമിക് മോഡൽസ് ഉപയോഗിക്കുന്നത്. ഈ മോഡൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നാം ഒരു സമ്പദ്ഘടന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാവുന്നത്. നമുക്കറിയാം, ഒരു സിമ്പിൾ ഇക്കോണമിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. സിമ്പിൾ ഇക്കോണമി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ ഇക്കോണമി ഇൻ വിച്ച് ദർ ആർ ഓൺലി ടു സെക്ടേഴ്സ് അല്ല. ഏതൊക്കെയാണ് നമ്മൾ അങ്ങനെ സിമ്പിൾ ഇക്കോണമി എന്ന് അസ്യൂം ചെയ്യുന്ന രണ്ട് മേഖലകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് നമുക്കറിയാം, ഗാർഹിക മേഖലയാണ്, ദ ഹൗസ് ഹോൾഡ്സ് ആണ്. രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ഫേംസ് ആണ്. അപ്പോൾ ഈ ഗാർഹിക മേഖലയുണ്ട്, അതുപോലെ തന്നെ ഫേംസും ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എപ്രകാരം നടക്കുന്നു, സമ്പദ്ഘടന അതിനനുസരിച്ച് എങ്ങനെയെല്ലാം മാറ്റപ്പെടുന്നു, ഇതാണ് നമ്മളൊരു സിമ്പിൾ ഇക്കോണമിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സിമ്പിൾ ഇക്കോണമിയിൽ അതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ വേണ്ടി നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മാക്രോ എക്കണോമിക് മോഡൽ പരിചയപ്പെടുകയുണ്ടായല്ലോ അല്ലേ. ക്യാൻ യു റിമെമ്പർ വാട്ട് വാസ് ദാറ്റ് മാക്രോ എക്കണോമിക് മോഡൽ? നമ്മൾ എങ്ങനെയാണ് ഒരു സമ്പദ്ഘടനയിലെ ഫേംസിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്ക് എങ്ങനെയാണ് സാമ്പത്തിക പ്രവർത്തനം നടക്കുന്നത്, തിരിച്ച് അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയവയൊക്കെ അപഗ്രഥിക്കാൻ വേണ്ടി നാം ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ഒരു മാക്രോ എക്കണോമിക് മോഡൽ പരിചയപ്പെട്ടിരുന്നു. ആ മോഡലിനെ നമ്മൾ സർക്യുലർ ഇൻകം ഫ്ലോ എന്ന് പറയുന്നു അല്ല. വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹമാണ്. രണ്ട് മേഖലകളുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഫേംസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഉണ്ട്. നമുക്കറിയാം വാട്ട് ദ ഫേംസ് ആർ ഡൂയിങ് ആൻഡ് ഓൾസോ വി നോ വാട്ട് ദ ഹൗസ് ഹോൾഡ്സ് ആർ ഡൂയിങ്. വി നോ ദാറ്റ് ദ ഫേംസ് ആർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ല. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടതാണ്, ഉൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഏറ്റവും ചെറിയ യൂണിറ്റുകളെയാണ് നാം ഫേം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓൾ ദ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് വിൽ ബി ക്യാരിഡ് ഔട്ട് വിതിൻ ദ ഫേംസ്. എന്തായിരിക്കും ഹൗസ് ഹോൾഡ് ചെയ്യുന്നത്? ഹൗസ് ഹോൾഡ്സ് വിൽ ബി കൺസ്യൂമിങ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേംസ് അല്ലേ. ഫേമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണെങ്കിലും അതെല്ലാം കൺസംഷൻ നടക്കുന്ന ഹൗസ് ഹോൾഡിലായിരിക്കും. അപ്പോൾ ഫേംസ് ഉൽപ്പാദിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യുന്നു. സോ ദർ ഈസ് എൻ ഇക്കണോമിക് ആക്ടിവിറ്റി. സോ വി നോ ദാറ്റ് വെൻ ദ ഫേംസ് ആർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് വിൽ ബി ഫ്ലോയിങ് ഇൻ ടു ദ ഹൗസ് ഹോൾഡ്സ് അല്ല. ഹൗസ് ഹോൾഡിലേക്ക് ഒരു പ്രവാഹം, അതിനാണ് നമ്മൾ സർക്കുലർ ഇൻകം ഫ്ലോ എന്ന് പറയുന്നത്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പ്രവാഹം ഗാർഹിക മേഖലയിലേക്ക് ഫേംസിൽ നിന്നും ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് തന്നെ, അതായത് ഗാർഹിക മേഖലയിൽ സാധനങ്ങളും സേവനങ്ങളും പ്രവാഹം ഉണ്ടാകുമ്പോൾ, ഫേമിൽ നിന്നും പ്രവാഹം ഉണ്ടാകുമ്പോൾ, തിരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൗസ് ഹോൾഡ്സ് ഓൾസോ വിൽ ബി ഡിസ്ട്രിബ്യൂട്ടിങ് ഓർ ഗിവിങ് സംതിങ് ബാക്ക് ടു ദ ഫേം ഫോർ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേംസ് അല്ലെ. ഫേമുകൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പകരമായിട്ട് ഹൗസ് ഹോൾഡും ചില സാധനങ്ങൾ അല്ലെങ്കിൽ ചില പേയ്മെൻറ്റ് നടന്നുണ്ടാവും. ഇതിനെ നമ്മൾ സ്പെൻഡിങ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ദ ഹൗസ് ഹോൾഡ്സ് ഓൾസോ വിൽ ബി ഹാവിങ് സം റിസോഴ്സസ് വിത്ത് ദം. ഓൾ ദ റിസോഴ്സസ് വിൽ ബി ഓൺഡ് ബൈ ദ ഹൗസ് ഹോൾഡ്. സേ ഫോർ എക്സാമ്പിൾ, ലാൻഡ് വിൽ ബി ഓൺഡ് ബൈ ദ ഹൗസ് ഹോൾഡ് and labor will be owned by the household, capital as well as all the entrepreneurship. All these factors of production will be owned by the household.
So for the production of goods and services, firms need these factors of production. So actually the households are the suppliers of the factors of production. അത്തരത്തിൽ ഹൗസ് ഹോൾഡിൻ്റെ കയ്യിലുള്ള ഉൽപ്പാദന ഘടകങ്ങൾ ഫേംസ് വാങ്ങിക്കാറുണ്ട്. സോ ദർ ഇസ് അനദർ ഫോളോ, അല്ലേ, വീണ്ടും ഒരു പ്രവാഹം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ഉൽപ്പാദന ഘടകങ്ങളുടെ പ്രവാഹമാണ്. അതുപോലെ തന്നെ വെൻ ദി ഫേംസ് ആർ ഗിവിങ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ ഫേംസ് വിൽ ബി ഗിവിങ് ദ റെമ്യൂണറേഷൻ ഫോർ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ ഹൗസ് ഹോൾഡ്. തിരിച്ചും ഒരു ഫ്ലോ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മാക്രോ എക്കണോമിക് മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് എങ്ങനെയാണ് ഒരു സമ്പദ്ഘടനയിൽ വളരെ ചെറിയ രീതിയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുക എന്ന് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഒരു മാക്രോ എക്കണോമിക് മോഡൽ ഉപയോഗിച്ചുകൊണ്ട് സമ്പദ്ഘടനയിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ സമ്പദ്ഘടന ഒരു വർഷം ആകെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. For example, when the households are spending money on goods and services produced by the firms, we can calculate what is the total expenditure made by the household. And we say that is the expenditure method of calculating the national income. Same way, we know that when the firms are producing goods and services, we can calculate what is the total value of goods and services produced by the firms. That method of calculating the national income, we say that is the gross value added method or the output method. There is yet another method, means firms are using the factors of production from the households, and in return for the factors of production, the firms are giving remuneration to the factors of production. In other words, we can say that is the income for the factors of production. So when we calculate the total income received by all the factors of production in an economy, we say that is the income method of calculating the national income. അങ്ങനെ 3 തരത്തിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു സമ്പദ്ഘടനയിൽ there are millions of firms. എല്ലാ ഫേംസും ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അഗ്രേറ്റ് വാല്യൂ, മൊത്ത മൂല്യം കണക്കാക്കുന്നതിനാണ് നാം സാധാരണഗതിയിൽ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. But we have to think, how is it possible to calculate all the goods and services produced by all the firms in an economy? For example, we can say the economy like India. So it is always difficult to find out or exactly calculate what is the value of all goods and services produced by the firms. So in such cases, in order to understand how the national income is calculated, നമുക്കറിയാം ചിലപ്പോഴൊക്കെ നമ്മൾ അസ്യൂം ചെയ്യാറുണ്ട്, ചില കാര്യങ്ങൾ സങ്കല്പിക്കാറുണ്ട്. And in economics, we know that when we discuss the economic models, we know that we are assuming something because the real world situation is so complex and so manifold and various. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് സങ്കീർണതകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വേരിയബിൾസിൻ്റെ എണ്ണം റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്, 1-2 എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇക്കോണമിയുടെ എല്ലാ വേരിയബിൾസിനെയും നമ്മൾ സ്ഥിരമാണ് സങ്കല്പിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ചെറിയൊരു ടൈം ഡ്യൂറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ സങ്കല്പിച്ച് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ഇക്കോണമിയിൽ നൗ വി ആർ അസ്യൂമിങ് ദാറ്റ് ദർ ആർ ഓൺലി 2 പ്രൊഡ്യൂസേഴ്സ്, അല്ലേ, 2 ഉൽപ്പാദകർ മാത്രമുള്ള ഒരു സമ്പദ്ഘടനയിൽ എങ്ങനെയായിരിക്കും ഓരോ ഫേംസും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ മൊത്ത മൂല്യം കണക്കാക്കുക എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇൻ അവർ ഇക്കോണമി വി അസ്യൂം ദാറ്റ് ദർ ആർ 2 പ്രൊഡ്യൂസേഴ്സ്. ദ ഫസ്റ്റ് പ്രൊഡ്യൂസർ ഈസ് എ ഫാമർ, ദ സെക്കൻഡ് പ്രൊഡ്യൂസർ ഈസ് എ ബേക്കർ. സോ 2 പ്രൊഡ്യൂസേഴ്സ് are there. And we know that, or we assume that the farmer produces wheat worth rupees 100 in a year. അതുപോലെ തന്നെ ബേക്കർ ആണെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വർഷം ആകെ 200 രൂപയുടെ ബ്രെഡാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഇക്കോണമിയിൽ 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ, 2 ഉൽപ്പാദകർ മാത്രമേ ഉള്ളൂ. ഫാമർ, ഷീ പ്രൊഡ്യൂസസ് വീറ്റ് rupees 100 ആൻഡ് ബേക്കർ, ഷീ പ്രൊഡ്യൂസസ് bread worth rupees 200. So in order to calculate the aggregate value of output, it is easy for us because we have expressed the value of product in numerical terms, in terms of money. And we know that as a simple calculation, all of us will come to the conclusion that the total production or the money value of all goods and services produced in that economy is only how much? What will be the total value or what will be the aggregate value? Because the farmer has produced
the goods and services worth rupees 100, and the baker produced goods and services worth 200. So initially we may think that the aggregate value produced in the economy is rupees 300. But is it true? Because we know that, or we assume that the farmer is not using any intermediate goods. പക്ഷേ ബേക്കറെ സംബന്ധിച്ചിടത്തോളം in order to produce bread, baker uses the wheat. വീറ്റ് ഉണ്ടെങ്കിലേ ബ്രെഡ് നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ബേക്കർ ഒരു 50 രൂപയുടെ വീറ്റാണ് ബേക്കർ ഉപയോഗിക്കുന്നത്. ആ 50 രൂപയുടെ വീറ്റ് ഉപയോഗിച്ചതുകൊണ്ടാണ് ബേക്കർക്ക് 200 രൂപയുടെ ബ്രെഡ് നിർമ്മിക്കാൻ സാധിച്ചത്. 300 രൂപയുടെ ഔട്ട്പുട്ട് എന്ന നിഗമനത്തിൽ നമ്മൾ എത്തുമ്പോൾ വി നോ ദാറ്റ് സംതിങ് ഈസ് ഡബിൾ കൗണ്ടഡ് ദർ. അല്ല, അവിടെ എന്തോ ഒരു വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട പോലെ നമുക്ക് തോന്നണില്ലേ? എന്തായാലും നമ്മളവിടെ ഡബിൾ കൗണ്ട് ചെയ്തത്? കാരണം ഫാർമർ ഉൽപ്പാദിപ്പിച്ച വീറ്റിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 100 രൂപയാണ്. ആ 100 രൂപ മൂല്യമുള്ള വീറ്റ് ഫാർമർ എന്ത് ചെയ്ത് കാണും? ഫാർമർ ആ 100 രൂപയിൽ നിന്നും 100 രൂപയുടെ വീറ്റിൽ നിന്നും ഷീ മൈറ്റ് ഹാവ് കൺസ്യൂംഡ് വീറ്റ് വർത്ത് റുപ്പീസ് 50. 50 രൂപയുടെ വീറ്റ് ഫാർമർ തന്നെ ഉപയോഗിച്ചു. ആ ഉപയോഗത്തിന് ശേഷം ബാക്കി വന്ന വീറ്റാണ് ഫാർമർ ബ്രെഡ് മേക്കർക്ക്, ബേക്കർക്ക് സപ്ലൈ ചെയ്തത്. സോ ദാറ്റ് വീറ്റ് വർത്ത് റുപ്പീസ് 50 ഈസ് ദ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ ബ്രെഡ് മേക്കർ. അവിടെ അങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഉപയോഗിച്ചു. അപ്പോൾ നമ്മളവിടെ ആക്ച്വലി നമ്മൾ 300 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് എത്തുമ്പോൾ അവിടെ നടന്നിരിക്കുന്നത് ആ 50 രൂപയുടെ വീറ്റ് നമ്മൾ ഡബിൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രശ്നമല്ല. ഇങ്ങനെ ഡബിൾ കൗണ്ട് ചെയ്താൽ ശരിക്കും നമുക്കറിയാം ഒരു സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ മൂല്യത്തെക്കാൾ വലുതായിട്ടായിരിക്കും അവിടുത്തെ ദേശീയ വരുമാനം കണക്കാക്കപ്പെടുക. പക്ഷേ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അതുകൊണ്ട് നമ്മൾ ഈ 2 പ്രൊഡ്യൂസേഴ്സും 2 ഉൽപ്പാദകരും അവർ സമ്പദ്ഘടനയിലേക്ക് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, വി നോ ദാറ്റ് ദ ഫാമർ ഹാസ് കോൺട്രിബ്യൂട്ടഡ് വീറ്റ് വർത്ത് റുപ്പീസ് 100. 100 രൂപയുടെ വീറ്റ് ഫാർമർ സമ്പദ്ഘടനയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് വി ഹാവ് അസ്യൂംഡ് ദാറ്റ് ദ ഫാമർ ഈസ് നോട്ട് യൂസിങ് എനി ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ്. പക്ഷേ നേരെ മറിച്ച് ബേക്കറുടെ കാര്യത്തിൽ ദിസ് ഈസ് നോട്ട് ട്രൂ. ഈവൻ ദോ ദ ബേക്കർ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് വർത്ത് റുപ്പീസ് 200, ഷീ ഹാസ് യൂസ്ഡ് an intermediate product, that is wheat, of rupees 50 from the farmer. അപ്പോൾ അതുകൊണ്ട് ഒരു വീറ്റ് എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് അവിടെ ഉപയോഗിച്ചത് കൊണ്ട് ബേക്കറുടെ നെറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബേക്കർ നെറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ 200 രൂപയിൽ നിന്നും എന്തിൻ്റെ മൂല്യം കുറച്ചതായിരിക്കും? 200 രൂപയിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റായ വീറ്റിൻ്റെ 50 രൂപ കുറച്ചതായിരിക്കും. സോ the baker has made a net contribution of rupees 150 only. അല്ലേ, 150 രൂപയുടെ നെറ്റ് മൂല്യം മാത്രമാണ് ബേക്കർ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇത്തരത്തിൽ ഒരു ഫേം സമ്പദ്ഘടനയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നെറ്റ് വാല്യൂ, ഇവിടെ നമുക്കറിയാം ഫാമർ ഹാസ് കോൺട്രിബ്യൂട്ടഡ് എ നെറ്റ് വാല്യൂ ഓഫ് റുപ്പീസ് 100 ആൻഡ് ദ ബേക്കർ ഹാസ് കോൺട്രിബ്യൂട്ടഡ് എ നെറ്റ് വാല്യൂ ഓഫ് റുപ്പീസ് 150. ഇവർ 2 പേരും അല്ലെങ്കിൽ ഈ 2 പേരുടെയും ഉൽപ്പാദന യൂണിറ്റുകൾ സമ്പദ്ഘടനയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത നെറ്റ് വാല്യൂ അറിയപ്പെടുന്ന പേരാണ് വാല്യൂ ആഡഡ്. ആൻഡ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് വാല്യൂ ആഡഡ്? ബിക്കോസ് ദീസ് 2 firms they have added some value into the total value of goods and services produced in that economy. അപ്പോൾ ഇവിടെ ഒരു ഫേം കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യം വാല്യൂ ആഡഡ് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കിയത്? അവിടെ നമ്മൾ കണ്ടു ബേക്കർ ഹാസ് കോൺട്രിബ്യൂട്ടഡ് എ നെറ്റ് വാല്യൂ ഓഫ് റുപ്പീസ് 150. പക്ഷേ ബേക്കർ ആക്ച്വലി ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം എത്രയായിരുന്നു? നമ്മുടെ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടത് ബേക്കർ മൊത്തം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം എന്ന് പറയുന്നത് 200 രൂപയായിരുന്നു. പക്ഷേ 200 രൂപ മൊത്തവും ബേക്കറുടെ നെറ്റ് കോൺട്രിബ്യൂഷൻ ആയിരുന്നോ? അല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം എന്താണ്? ദ ബേക്കർ ഹാസ് യൂസ്ഡ് സം ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. അല്ലേ, അവരൊരു ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഉപയോഗിച്ചിരുന്നു. ആ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50 രൂപയായിരുന്നു. സോ ആക്ച്വലി വാട്ട് വി ഹാവ് ഡൺ ഈസ് ദാറ്റ് വി ഹാവ് സബ്സ്ട്രാക്റ്റഡ് ദി വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഫ്രം ദി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേം.
ഒരു ഫേം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ സേവനങ്ങളുടെ മൊത്തം മൂല്യത്തിൽ നിന്നും നാം എന്ത് ചെയ്തു? ആ ഫേം ഉപയോഗിച്ച ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? വാല്യൂ ആഡഡ് എന്ന് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ വാല്യൂ ആഡഡ് ബൈ ഈച്ച് ആൻഡ് എവറി ഫേം ഇൻ ദി ഇക്കോണമി? അത് നമുക്കൊരു ഈ പറഞ്ഞ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫോർമുലയിലേക്ക് എത്തിക്കൂടെ, ഒരു സൂത്രവാക്യത്തിലേക്ക് എത്തിക്കൂടെ? ദ വാല്യൂ ആഡഡ് ഈക്വൽസ്, വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാല്യൂ ആഡഡ് സമം വാല്യൂ ആഡഡ് ഈക്വൽസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേം. അതായത് ഫേം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ സേവനങ്ങളുടെ മൂല്യം, ആ മൂല്യത്തിൽ നമ്മൾ എന്ത് കുറയ്ക്കണം? മൈനസ് ദ വാല്യൂ ഓഫ് ദി ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ്ഡ് ബൈ ദ ഫേം. അപ്പോൾ അങ്ങനെ ഒരു ഫേം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ സേവനങ്ങളുടെ മൊത്തം മൂല്യത്തിൽ നിന്നും ആ ഫേം ഉപയോഗിച്ച ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് വാല്യൂ ആഡഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ വാല്യൂ ആഡഡ് എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ എന്തിലേക്ക് എത്തുന്നത്? ഒരു സമ്പദ്ഘടനയുടെ ദേശീയ വരുമാനം എത്രയാണ് നമ്മൾ കണക്കാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, വാട്ട് ഹാപ്പൻസ് ടു ദിസ് വാല്യൂ ആഡഡ്? ബിക്കോസ് ദ ഫേം ഈസ് പ്രൊഡ്യൂസിങ് സംതിങ്, they have added some values. Actually, what happens to this value? For example, the firm has produced a value of ₹100. ഈ 100 രൂപ എന്താണ് സംഭവിക്കുന്നത്? 100 രൂപയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ബ്രെഡ് മേക്കർ വാല്യൂ ആഡ് ചെയ്ത ആ 100 രൂപ എങ്ങോട്ടാണ് പോയത്? അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലേക്കായിരിക്കും? ബിക്കോസ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫോർ എക്സാമ്പിൾ വി ക്യാൻ സേ ദ ബ്രെഡ് മേക്കർ നീഡ്സ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. So she uses some labor, some capital, and some other materials also will be used for the production of this bread. So actually all the value added by the firms, that will be distributed among the factors of production. അല്ലേ? ഈ ഒരു ഏത് സമ്പദ്ഘടനയിലെ ഏത് ഫേം മൂല്യം കൂട്ടിച്ചേർത്താലും ആ കൂട്ടിച്ചേർക്കപ്പെട്ട മൂല്യമെല്ലാം എങ്ങോട്ട് തന്നെ പോകും? ദാറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഈ വാല്യൂ ആഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇക്കണോമിക്സിലെ വേരിയബിൾസിനെ നമുക്ക് രണ്ടായി തരം തിരിക്കാമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അവരുടെ ടൈം ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ചില വേരിയബിൾസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഓൺലി അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, ആൻഡ് വി ഓൾസോ സ്റ്റഡീഡ് ദാറ്റ് സം അതർ വേരിയബിൾസ് ക്യാൻ ബി മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, വെദർ ദ വാല്യൂ ആഡഡ് ഈസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ് ഓർ എ ഫ്ലോ കൺസെപ്റ്റ്? എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനമാണോ? അല്ല. ബിക്കോസ് വി നോ ദാറ്റ് the labor will be adding some values. The labor's work, we say that it cannot be measured at any particular point of time. So we say that all the values added by these firms will be considered as a flow variables, because all these things can be measured only at a period of time. All the variables in the value added, that is expressed in terms of money. In order to calculate the money value, we always depend on the market price. ഒരു വസ്തുവിൻ്റെ വിപണി വില എന്താണോ ആ വിലയ്ക്കനുസരിച്ചാണ് ആ വസ്തുവിൻ്റെ മൂല്യം നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണക്കാക്കിയ എല്ലാ ഫ്ലോയും, നമ്മൾ പരിഗണിച്ച എല്ലാ ഫ്ലോസിനെയും എല്ലാ വേരിയബിൾസിനെയും നമ്മളൊരു പണമൂല്യത്തിലേക്ക് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളൊരു സമ്പദ്ഘടനയുടെ മൊത്ത വരുമാനം എത്ര ഉണ്ടെന്ന് കണക്കാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം നമ്മൾ പല അസംഷൻസും നമ്മൾ റിലാക്സ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന ആ ഒരു പ്രക്രിയയിൽ. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം നമ്മൾ റിലാക്സ് ചെയ്ത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോയിട്ട് നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാൻ സാധിക്കും. നമുക്കറിയാം ഒരു ഉൽപ്പാദകൻ ഷീ യൂസസ് ലോട്ട് ഓഫ് ക്യാപിറ്റൽ അല്ലേ, ഒരുപാട് മൂലധന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് ഫാക്ടറീസ്, യന്ത്രങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുമ്പം വി നോ ദാറ്റ് ഇറ്റ്സ് വാല്യൂ ഈസ് ഓൾവേസ് കമ്മിങ് ഡൗൺ അല്ലേ. നമുക്കറിയാം ഒരു പുതിയ ഒരു മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോൾ അതേ പെർഫോമൻസ് അടുത്ത വർഷം കിട്ടിക്കൊള്ളുന്നില്ല. ഒരു യന്ത്രം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതേ പെർഫോമൻസ് തന്നെ ആയിരിക്കും അടുത്ത വർഷം കിട്ടുന്നത്, ആയിരിക്കില്ല. അതിൻ്റെ ഒരു പെർഫോമൻസിൽ കുറച്ച് കുറവ് സംഭവിക്കാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കുറവ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു ആശയം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അത്? അത് കുറയാൻ കാരണം ഇറ്റ് ഹാസ് ഗോട്ട് സം വെയർ ആൻഡ് ടെയർ എക്സ്പെൻസസ് അല്ലേ. അതിന് ചില തേയ്മാന ചിലവുകൾ വരും. ആ തേയ്മാന ചിലവുകൾക്ക് നമ്മൾ എന്താ പേര് വിളിച്ചിരുന്നത്? ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ കൺസംഷൻ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ മൂലധന ഉപഭോഗ ചെലവിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഒരു ബേക്കർ 200 രൂപയുടെ ബ്രെഡാണ് ഉൽപ്പാദിപ്പിച്ചത്. ആ 200 രൂപയുടെ ബ്രെഡിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് കുറച്ച് നമ്മൾ നെറ്റ് വാല്യൂ കണക്കാക്കി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ ആഡ് എത്രയാണ് നമ്മൾ കണക്കാക്കി.
അതെത്രയായിരുന്നു? അത് നമ്മളെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ എക്സ്പെൻഡിച്ചർ കുറച്ചു, അതിൻ്റെ എക്സ്പെൻസ് കുറച്ചു. അപ്പോൾ 50 രൂപയുടെ ഗോതമ്പായിരുന്നു, അതിൻ്റെ മൂല്യം കുറച്ചിട്ട് ബാക്കി നമുക്ക് 150 രൂപ എന്ന് കിട്ടി. പക്ഷേ ഈ 150 എന്ന് പറയുന്നത് എന്തായിരിക്കും? 150 എന്ന് പറയുന്ന ഒരു ഫാമർ, അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച ഫൈനൽ വസ്തുക്കളുടെ മൂല്യമാണ് ഈ 150 രൂപ എന്ന് പറയുന്നത്. പക്ഷേ ഈ 150 രൂപയിൽ ഈ തേയ്മാന ചെലവും കൂടെ ഉൾപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ വാല്യൂ ആഡഡ് എന്ന് പറയുന്ന ആ ഒരു മൂല്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഫേം കൂട്ടിച്ചേർത്ത മൂല്യത്തിൽ ഉൽപ്പാദന ചെലവ് അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൽ ഉപയോഗിച്ച മൂലധന വസ്തുക്കളുടെ തേയ്മാന ചെലവ്, ഡിപ്രീസിയേഷൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഗ്രോസ് വാല്യൂ ആഡഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ ദ സിമ്പിൾ ഐഡിയ ഈസ് ദാറ്റ് വി നോ ദാറ്റ് ദ ഡിപ്രീസിയേഷൻ ഈസ് ഇൻക്ലൂഡഡ്. അപ്പോൾ അതിനെ നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയും. പക്ഷേ ഈ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കും? ഗ്രോസിൽ നിന്നും നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് കിട്ടുന്ന മൂല്യം എന്തായിരിക്കും? ദാറ്റ് ഈസ് എ നെറ്റ് വാല്യൂ. സോ വി സേ ദാറ്റ് ഈസ് എ നെറ്റ് വാല്യൂ ആഡഡ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ നെറ്റ് വാല്യൂ ആഡഡ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് മൈനസ് ഡിപ്രീസിയേഷൻ. സോ വാട്ട് വി വിൽ ഗെറ്റ്? വി വിൽ ഗെറ്റ് the net value. So net value equals gross value minus depreciation. The difference between the gross value added and the net value added is the depreciation. ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ ഗ്രോസ് വാല്യൂ ആഡഡ്, നെറ്റ് വാല്യൂ ആഡഡ് എന്നിവയെ ഒന്നുകൂടി വിശദമായി പരിചയപ്പെടാം. സ്ക്രീനിൽ ഒരു ഉദാഹരണം കാണിച്ചിരിക്കുന്നു. ഒരു ഫേം ഉൽപ്പാദിപ്പിക്കുന്നത് 100 രൂപയുടെ വസ്തുക്കളാണ്. അതുപയോഗിച്ച ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ 20 രൂപയുടെ വസ്തുക്കളാണ്. അതിൻ്റെ വാല്യൂ ഓഫ് ക്യാപിറ്റൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ക്യാൻ യു കാൽക്കുലേറ്റ് വാട്ട് ഈസ് എ GVA ആൻഡ് വാട്ട് ഈസ് എ NVA? GVA മീൻസ് ഗ്രോസ് വാല്യൂ ആഡഡ്, NVA മീൻസ് നെറ്റ് വാല്യൂ ആഡഡ്. അപ്പോൾ GVA കണക്കാക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഒരു ഫേം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ മൊത്ത മൂല്യമാണ് GVA എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മൊത്തം ഉൽപ്പാദനം 100 രൂപയാണ്. ആ 100 രൂപ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഫേം ഉപയോഗിച്ച ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ കുറച്ചാൽ മതി. അപ്പോൾ 100ൽ നിന്നും 20 രൂപയാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ. അപ്പോൾ 20 രൂപ കുറച്ചാൽ കിട്ടുന്നതാണ് ഗ്രോസ് വാല്യൂ ആഡഡ്. അപ്പോൾ ഫേം ഉൽപ്പാദിപ്പിച്ച ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ 80 രൂപയ്ക്കുള്ള ഗ്രോസ് വാല്യൂ ആഡഡാണ് ഫേം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ കിട്ടുന്നതാണ് നെറ്റ് വാല്യൂ ആഡഡ്. അപ്പോൾ നെറ്റ് വാല്യൂ ആഡഡ് ഈക്വൽസ്, നമുക്ക് ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടിയത് 80 രൂപയാണ്. ആ 80ൽ നിന്നും വാല്യൂ ഓഫ് ക്യാപിറ്റൽ കൺസംഷൻ, അതായത് ഡിപ്രീസിയേഷൻ 10 രൂപ കുറച്ചാൽ 70 രൂപയുടെ നെറ്റ് വാല്യൂ ആഡഡാണ് ഈ ഫേം സമ്പദ്ഘടനയിലേക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്രോസ് വാല്യൂ ആഡഡും നെറ്റ് വാല്യൂ ആഡഡും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, വെൻ വി ട്രൈ ടു കാൽക്കുലേറ്റ് ദ അഗ്രേറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേം, വി ഓൾവേസ് ഗോ ഫോർ measuring these values over a particular period of time. Say for example 1 year. അങ്ങനെ ഒരു വർഷത്തേക്കായിരിക്കും നമ്മൾ സാധാരണയിൽ കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയൊരു പ്രശ്നം വരുന്നത്, സംടൈംസ് യു നോ ദാറ്റ് ദ ഫേംസ് ആർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ബട്ട് ദേ മേ നോട്ട് ബി ഏബിൾ ടു സെൽ ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഇയർ. അല്ലെ, ഒരു 1000 രൂപയുടെ സാധനങ്ങൾ ആ വർഷം ഉൽപ്പാദിപ്പിച്ചാൽ വി ഓൾവേസ് കൺസിഡർ വാട്ട് ഈസ് എ മണി വാല്യൂ, ബട്ട് സംടൈം വി നോ ദാറ്റ് all the goods and services produced by the firm may not have sold out. അല്ല, 1000 രൂപയുടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാലും 1000 രൂപയുടെയും ആ ഫേംസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഫേംസ് വിറ്റിട്ടുണ്ടാവില്ല. സോ ദേ ഹാവ് സം സ്റ്റോക്ക് വിസ, അല്ല, അവർക്ക് കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ടാവും. അതുപോലെ തന്നെ ഫേം, വി നോ ദാറ്റ് ദ ഫേം വിൽ ബി യൂസിങ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഫ്രം സം അതർ ഫേംസ്. ദേ മൈറ്റ് ഹാവ് യൂസ്ഡ് അപ്പ് സം ഓഫ് ദി ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് അതർ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് വിൽ ബി റിമൈനിങ് ഐഡിൽ. അല്ലേ, കുറച്ചവിടെ ബാക്കി ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെയും ബാക്കി അവിടെ ഉണ്ടാവാം. അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സായ ചില സാധനങ്ങളുണ്ടാവും. അപ്പം ഒരു പറഞ്ഞു വന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ, എല്ലാ ഫേംസും ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധനങ്ങളും തന്നെ വിറ്റഴിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവരുടെ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഇവയൊന്നും തന്നെ പൂർണ്ണമായിട്ടും യൂസ്ഡ് അപ്പും ചെയ്തിട്ടുണ്ടാവില്ല, ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. കാരണം ഇത് നമ്മളൊരു ഒരു ഒരു വാർഷിക കണക്കെടുപ്പ് നടക്കുമ്പോൾ ഇത് എവിടെ ചേർക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മൂല്യം എങ്ങനെയാണ് കണക്കാക്കുക തുടങ്ങിയൊരു പ്രശ്നം നമുക്ക് നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇക്കണോമിക്സിൽ നമ്മൾ ഈ ഒരു ടേമിന് പറയുന്നത്, അതായത് ഒരു ഫേമിൻ്റെ
വിറ്റഴിക്കാനാവാത്ത ചില ഉൽപ്പന്നങ്ങൾ, ഫൈനൽ ഗുഡ്സ്, അല്ലെങ്കിൽ ഉപയോഗിച്ച് തീർക്കാനാവാത്ത ചില സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ചില റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, ഇവയ്ക്കെല്ലാം ചേർത്താണ് നമ്മൾ ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്. ഇൻ ഇക്കണോമിക്സ്, ഇൻവെൻട്രി ഈസ് എ സ്റ്റോക്ക് ഓഫ് അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ റോ മെറ്റീരിയൽസ് വിച്ച് എ ഫേം ക്യാരീസ് ഫ്രം 1 ഇയർ ടു ദ നെക്സ്റ്റ് ഇയർ. നമ്മൾ നേരത്തെ വാല്യൂ ആഡഡ് പഠിച്ച സമയത്ത് നമ്മൾ കണ്ടു, വാല്യൂ ആഡഡിനെ നമ്മൾ പരിഗണിക്കുന്നത് എന്ത് വേരിയബിളായിട്ടായിരുന്നു? ദാറ്റ്സ് എ ഫ്ലോ വേരിയബിളാണ്. ആൻഡ് വൈ ദാറ്റ് വാസ് എ ഫ്ലോ വേരിയബിൾ? ബിക്കോസ് ദാറ്റ് വാസ് മെഷേർഡ് ഓവർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. പക്ഷേ ഇവിടെ ഇൻവെൻട്രി എന്ന് പറയുന്നത് നമുക്കറിയാം, ദ ഫേം വിൽ ബി ഹാവിങ് സം ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഓൾസോ ഫേം വിൽ ബി ഹാവിങ് സം അൺഫിനിഷ്ഡ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. The firm will be having some raw materials and these variables can be measured at any particular point of time. അല്ല, ഏത് സമയത്ത് വേണം നമുക്ക് ഇവയെ അളക്കാൻ സാധിക്കാറുണ്ട്, ഇല്ലേ? കാരണം എത്രയാണ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, എത്രയാണ് ഫിനിഷ്ഡ് ഗുഡ്സ്, എത്രയാണ് റോ മെറ്റീരിയൽസ്, ഇവയെല്ലാം നമുക്ക് ഏത് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് അളക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഫേമിലേക്ക് പോവുകയാണ്, അവിടെ എത്ര ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, ഓരോ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് അളക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻവെൻട്രീസ് എന്ന് പറയുന്നത് ഏത് വേരിയബിളായിട്ടായിരിക്കും നമ്മൾ പരിഗണിക്കേണ്ടത്? ഷുവർലി ദാറ്റ് ഇസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെട്ട 2 പ്രധാന ആശയങ്ങളാണ്. ഒന്ന്, ഗ്രോസ് വാല്യൂ ആഡഡ്, അതായത് ഒരു ഫേം കൂട്ടിച്ചേർത്ത മൂല്യം, അതിനെ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നു. അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ദ ഗ്രോസ് വാല്യൂ ആഡഡ് ഇൻക്ലൂഡ്സ് ദ ഡിപ്രീസിയേഷൻ എക്സ്പെൻസസ്. ഡിപ്രീസിയേഷൻ എക്സ്പെൻസൂടെ കൂട്ടിച്ചേർത്ത മൂല്യത്തെയാണ് നമ്മൾ സാധാരണയിൽ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് വാല്യൂ ആഡഡ്. ഇത് രണ്ടുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്ത ആശയങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ആശയം കൂടെ ചർച്ച ചെയ്തു. ഒരു വർഷം ഒരു ഫേം ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധനങ്ങളും സേവനങ്ങളും വിറ്റഴിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു ഫേം ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിക്കാനാവാത്ത ഫിനിഷ്ഡ് ഗുഡ്സിനെയും സെമി ഫിനിഷ്ഡ് ഗുഡ്സിനെയും റോ മെറ്റീരിയൽസിനെയും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവെൻട്രീസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അസൈൻമെൻ്റ് ഉണ്ട്. അസൈൻമെൻറ്റ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ 2 അസൈൻമെൻറ്റുകൾ പൂർത്തിയാക്കുക. ഇക്കണോമിക്സിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയൊരു പാഠഭാഗവുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.